ഓക്കെ, നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഇക്വിലിബ്രിയം ഓഫ് ഫോഴ്സസ് ആണ്. അതായത് ഇക്വിലിബ്രിയം ഓഫ് ഫോഴ്സസ് എന്ന് പറയുമ്പോൾ ആക്ച്വലി നമ്മൾ മെക്കാനിക്സ് പഠിച്ചു തുടങ്ങാൻ പോവാം. അപ്പോൾ ഫോഴ്സസ് എന്താണെന്ന് അറിയാം, അതിൻ്റെ യൂണിറ്റ് അറിയാം. ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു ബോഡിയെ അല്ലെങ്കിൽ സ്റ്റേറ്റിനെ ചേഞ്ച് ചെയ്യുമ്പോൾ ന്യൂട്ടൺസ് ലോ വെച്ച് തന്നെ നമുക്ക് ഫോഴ്സിനെ ഡിഫൈൻ ചെയ്യാം. ഒരു ബോഡിയുടെ സ്റ്റേറ്റിനെ ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുന്ന സാധനം, അതിനെ നമ്മൾ ഫോഴ്സ് എന്ന് പറയുന്നത്. സിമ്പിളി പറഞ്ഞാൽ അതാണ് ഫോഴ്സ്. ഇനി ഇക്വിലിബ്രിയം ഓഫ് ഫോഴ്സസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് പറയുമ്പോഴത്തേക്ക് നമുക്ക് രണ്ട് ടൈപ്പ് ഇക്വിലിബ്രിയം ഉണ്ട്. ആക്ച്വലി സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം ഉണ്ട്, ഡൈനാമിക് ഇക്വിലിബ്രിയം ഉണ്ട്. നമുക്ക് നോർമലി മൂവ് ചെയ്യുന്ന ബോഡീസിൻ്റെ കേസിൽ നമ്മൾ ഡൈനാമിക് ഇക്വിലിബ്രിയം അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിലും സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം കണ്ടീഷൻ അപ്ലൈ ചെയ്തും ആ ബോഡീസിനെ ചില ബോഡീസിന് നമുക്ക് എന്ത് ചെയ്യാം, ഫോഴ്സ് അനാലിസിസ് നടത്താനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് ഇക്വിലിബ്രിയം ഓഫ് ഫോഴ്സസ് അല്ലെങ്കിൽ ഒരു ബോഡിയുടെ ഇക്വിലിബ്രിയം ഓഫ് ഫോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ആക്ച്വലി റിസൾട്ടൻറ്റ് ഫോഴ്സ്, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും, ആ കുറേ ഫോഴ്സസ് ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്നുണ്ട്. ആ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ആ ഫോഴ്സസിൻ്റെ എഫക്റ്റ് ഓൺ ദാറ്റ് ബോഡി എന്ന് പറയുന്നത് സീറോ ആണ്. അല്ലെങ്കിൽ ആ ബോഡിയുടെ വെലോസിറ്റിക്ക് അല്ലെങ്കിൽ സ്റ്റേറ്റിന് ചേഞ്ച് ഉണ്ടാക്കാൻ ആ ഫോഴ്സസിന് എന്ത് ചെയ്യുന്നില്ല, കഴിയുന്നില്ലെങ്കിൽ ആ ഫോഴ്സസ് എല്ലാം ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ ആ ബോഡി ഇക്വിലിബ്രിയത്തിലാണെന്ന് പറഞ്ഞാൽ ആ ഫോഴ്സസിൻ്റെ ഇക്വിലിബ്രിയം സ്റ്റേറ്റിലാണ് ആ ബോഡിയിൽ ഫോഴ്സസ് ആക്ട് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആകാതെ നമുക്ക് ജസ്റ്റ് എന്താണ് ഇക്വിലിബ്രിയം ഫോഴ്സസ് നോക്കിയിട്ട് പോവാം. അപ്പോൾ നമ്മളൊരു കൺസിഡർ ചെയ്യുന്നത് ഫസ്റ്റ് ഒരു സ്റ്റാറ്റിക് ഇക്വിലിബ്രിയമാണ് നമ്മൾ പറയാൻ പോകുന്നത് ആലോചിച്ചോളണം. നമ്മൾ ഡൈനാമിക് ഇക്വിലിബ്രിയം പറയുന്നില്ല. ഈ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിലാണ് നമ്മൾ ഇനേഷ്യ ഫോഴ്സ് കൺസിഡർ ചെയ്യാതെ ചെയ്യുന്നത്. ഇനേഷ്യ ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം, അപ്പോൾ ഒരു ബോഡി എന്ന് പറയുന്നത് അതിൻ്റെ സ്റ്റേറ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള അതിൻ്റെ എബിലിറ്റി ആയിട്ടൊക്കെ നമ്മൾ പറയും ഇനേഷ്യ ഫോഴ്സ് എന്ന് പറയുന്നത്. ആ ഇനേഷ്യ ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, അതിൻ്റെ ആക്സിലറേറ്റിംഗ് ഫോഴ്സിന് ഈക്വൽ ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അതായത് F = ma ആണെങ്കിൽ ഇനേഷ്യ ഫോഴ്സ് Fi will be equal to -ma. അതൊക്കെ ഓക്കെ. നമ്മളിവിടെ ഇനേഷ്യ ഫോഴ്സ് എന്ന് കൺസിഡർ ചെയ്യാതെ ഉള്ള ഒരു കൺസെപ്റ്റാണ്. അഥവാ ആ ബോഡീസിൽ മാസ് വളരെ കുറഞ്ഞ ബോഡീസ് ആണെങ്കിൽ F = ma പറയുന്ന പോലെ ഇനേഷ്യ ഫോഴ്സ് എടുക്കുമ്പം m എന്ന് പറയുന്നത് വളരെ ചെറുതാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഇനേഷ്യ ഫോഴ്സ് വളരെ ചെറുതായിരിക്കും. അല്ലെങ്കിൽ റെസ്റ്റിലിരിക്കുന്ന ഒരു ബോഡിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്ത് പറയാൻ പറ്റും, അതിൻ്റെ വെലോസിറ്റി ഫോഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടാക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ ഇനേഷ്യ ഫോഴ്സ് ഇല്ല എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇനേഷ്യ ഫോഴ്സ് കൺസിഡർ ചെയ്യാതെ നമുക്ക് മാസ് കുറഞ്ഞ ബോഡീസിലൊക്കെ നമുക്ക് ഈവൻ മാസ് കുറഞ്ഞ ചെറിയ വെലോസിറ്റി ഉള്ള ബോഡീസിലൊക്കെ നമുക്ക് സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസ് അല്ലെങ്കിൽ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം കണ്ടീഷൻ അപ്ലൈ ചെയ്ത് അതിൻ്റെ ഫോഴ്സ് അനാലിസിസ് നടത്തി അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കിവിടെ ഇക്വിലിബ്രിയം ഓഫ് ഫോഴ്സസ് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം കണ്ടീഷൻസ് ആണ് നമ്മൾ പറയുന്നത്. എന്താണ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഫോഴ്സസ് എന്ന് പറയുന്നത് ബാലൻസ്ഡ് ആണെങ്കിൽ, അതായത് നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് =0 ആവുന്നതാണ് സിംപ്ലി ഇക്വിലിബ്രിയം ആണെന്ന് ആലോചിച്ചിരിക്കുക. കാര്യം ഒരു ബോഡിയിൽ ആ ഫോഴ്സസ് ഉണ്ടാക്കുന്ന എഫക്റ്റ് എന്ന് പറയുന്നത് ഒന്നുമല്ല, അല്ലെങ്കിൽ വെലോസിറ്റിക്ക് ചേഞ്ചസ് ആ ബോഡിക്ക് ആ ഫോഴ്സസിന് ഉണ്ടാക്കാൻ പറ്റാത്ത അവസ്ഥ ആണ് ആ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് എല്ലാം ഇക്വിലിബ്രിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു 2 ഫോഴ്സ് മെമ്പർ ഉണ്ടെന്ന് നോക്കുക. അതായത് 2 ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഒരു മെമ്പർ ഉണ്ട്. വി ആർ ഹാവിങ് എ മെമ്പർ which is having 2 forces acting on that body. അപ്പോൾ നമുക്കിവിടെ ഒരു ഇതാണ് നമ്മുടെ ബോഡി നോക്കുക. അതായത് ഇതാണ് നമ്മുടെ ബോഡി. അപ്പം എ എന്ന് പറയുന്ന പോയിന്റിൽ ഒരു ഫോഴ്സ് പോയിന്റ് ഉണ്ട്, ബി എന്ന് പറയുന്ന വേറൊരു പോയിന്റ് ഉണ്ട്. ഇപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്തു, F1 എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ആക്ട് ചെയ്തു, F1. ബി എന്ന് പറയുന്ന പോയിന്റിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്തു, F2 എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ആക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ F1 എന്ന് പറയുന്ന പോയിന്റ് ആക്ട് ചെയ്തത് എയിലും F2 എന്ന് പറയുന്ന പോയിന്റ് ആക്ട് ചെയ്തത് ബിയിലുമാണ്. അപ്പോൾ ഇതൊരു 2 ഫോഴ്സ് മെമ്പറാണ്, 2 ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഒരു മെമ്പറാണ്. അപ്പോൾ നമുക്കറിയാം ഫോഴ്സസ് എന്ന് പറയുന്ന ട്രാൻസ്മിസിബിൾ ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ. പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി ഓഫ് ഫോഴ്സ് പറയുന്നത് ഈ ബോഡിയിലെ ഏത് ലൈനിൽ വേണോ ആ ഫോഴ്സ് എന്ത് ചെയ്യാൻ പറ്റും, റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളിവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇതിൽ നെറ്റ് ഫോഴ്സ് 0 ആവുന്ന കണ്ടീഷൻസ് ആണ് അതിൻ്റെ ഇക്വിലിബ്രിയം കണ്ടീഷൻ. ഈ ബോഡി ഇക്വിലിബ്രിയത്തിൽ ആവണമെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്, ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്, ദ ഫസ്റ്റ് വൺ ബി the line of action of എന്തൊക്കെയാണ് F1 and F2 should be same. ഈ 2 ഫോഴ്സസിന്റെ ലൈൻ ഓഫ് ആക്ഷൻ സെയിം ആയിരിക്കും. അതായത് F1ന്റെ ലൈൻ ഓഫ് ആക്ഷൻ ഇതാണ്, F2ന്റെ ലൈൻ ഓഫ് ആക്ഷൻ ഇതാണ്, രണ്ടും ഒന്നാണ് അല്ലേ, സെയിം ലൈനിലാണ്. അഥവാ ഈ ഫോഴ്സസ് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും, കൊലിനിയർ ഫോഴ്സസ് ആണെന്ന് പറയാനായിട്ട് പറ്റും. ഒരേ ലൈനിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഫോഴ്സസ് ആണ്. അപ്പം F1ഉം F2 എന്താണ്, കൊളിനിയർ ഫോഴ്സസ് ആണ്. ഓക്കെ, അപ്പോൾ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് F1 F2 സെയിം ആയിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് റിസൾട്ടൻറ്റ് 0 ആണെങ്കിൽ രണ്ടാമത്തെ കണ്ടീഷൻ എന്തായിരിക്കണം, F1 ഷുഡ് ബി ഈക്വൽ ടു -F2. എന്ന് പറഞ്ഞാൽ ഇവിടെ ആക്ട് ചെയ്യുന്ന F1 എന്ന് പറയുന്നത് 8 ന്യൂട്ടൺ ആണെങ്കിൽ ഇവിടെ F2 എന്ന് പറയുന്നത് 8 ന്യൂട്ടൺ ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നെറ്റ് റിസൾട്ടൻറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് F1 + F2 എടുക്കുമ്പോൾ ഇറ്റ് വിൽ ബി ഈക്വൽ ടു -8 + 8 = നമുക്ക് എന്ത് വരും, 0 വരത്തുള്ളൂ.
ഓക്കെ, അപ്പോൾ അത് രണ്ടും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈക്വൽ ഇൻ മാഗ്നറ്റ്യൂഡ്, അതായത് മാഗ്നറ്റ്യൂഡ് സെയിം ആയിരിക്കണം, ആൻഡ് ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ ഡയറക്ഷൻ എന്താണ്? ഓപ്പോസിറ്റ് ആയിരിക്കണം, മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കണം, എന്നാൽ മാത്രമേ ഇതിൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് പറയാനായിട്ട് നമുക്ക് പറ്റത്തുള്ളൂ, 0 എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ട് നമുക്ക് സിംപ്ലി പറയാൻ പറ്റും റിസൾട്ടൻ്റ് ഓഫ് ദീസ് ഫോഴ്സസ് ഈക്വൽ ടു 0 ആവുന്ന കണ്ടീഷൻസ് ആണ് ഇതിൻ്റെ ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറയാനായിട്ട് പറ്റും. അപ്പോൾ 2 ഫോഴ്സ് മെമ്പർ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ വി ആർ ഹാവിങ് എ മെമ്പർ വേർ the 2 points A and B are having 2 forces acting upon it, which are F1 and F2. Then if these 2 force system is said to be in static equilibrium, the first condition it should satisfy is actually the line of action of these 2 forces should be equal or same. ഈക്വൽ എന്നല്ല, സെയിം ആണെന്ന് പറയാൻ പറ്റും. ബി എന്ന് പറയുന്നത് രണ്ടാമത്തെ പോർഷൻ എന്ന് പറയുന്നത് രണ്ട് സെയിം ആയാൽ മാത്രം പോരാ, റിസൾട്ടിന് 0 ആവണമെങ്കിൽ F1 F2ൻ്റെയും വാല്യൂ ഷുഡ് ബി ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ. ഇതാണ് 2 ഫോഴ്സ് മെമ്പറിൻ്റെ ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറയുന്നത്. ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. ഇനി രണ്ടാമത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു 3 ഫോഴ്സ് മെമ്പറിൻ്റെ കണ്ടീഷനാണ്. സെക്കൻഡ് വൺ, എ 3 ഫോഴ്സ് മെമ്പർ. ഒരു 3 ഫോഴ്സ് മെമ്പറിൽ ഇക്വിലിബ്രിയം കണ്ടീഷൻ പറയുമ്പോഴത്തേക്ക് എങ്ങനെയാണ് വരുന്നത് നോക്കുക. അപ്പോൾ നമുക്ക് ഒരു ബോഡി ഉണ്ട്. ഈ ബോഡിയിൽ ഒരു പോയിന്റ് എ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, ബി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, സി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഈ 3 പോയിന്റ്സിലും 3 ഫോഴ്സസ് ആക്ട് ചെയ്യുന്ന നോക്കുക. ഇവിടെ എഫ് എ എന്ന് പറയുന്ന ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, ഇവിടെ എഫ് ബി എന്ന് പറയുന്ന ഫോഴ്സ് ഈ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നുണ്ട്, എഫ് സി എന്ന് പറയുന്ന ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഈ 3 ഡിഫറെൻറ്റ് മാഗ്നിറ്റ്യൂഡ്സ് ഒക്കെ ആവാം. ഓക്കെ, അപ്പോൾ ഇതൊരു 3 ഫോഴ്സ് മെമ്പറാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ 2 ഫോഴ്സ് മെമ്പർ ആണെങ്കിൽ രണ്ടും ഒരു ലൈനിലായിരിക്കണം. ഇവിടെ നമുക്കിപ്പോൾ ഒരു ലൈനിലൊന്നുമില്ല, പല 3 ഡയറക്ഷൻസിലാണ് ഇത് ആക്ട് ചെയ്തത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു 3 ഫോഴ്സ് മെമ്പറിൽ നമുക്ക് എങ്ങനെ അതിനെ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ 3 ഫോഴ്സ് കൂടെ ലൈൻ ഓഫ് ആക്ഷൻസ് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് ഫോഴ്സിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ സി, ഇപ്പോൾ ഞാൻ സി എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ ആയിട്ട് എടുക്കുവേ, വരയ്ക്കുകയാണ് എളുപ്പത്തിന് വേണ്ടിയിട്ട്. സി ഇവിടെയാണ് സി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ എടുത്തു. ഓക്കെ, എഫ് ബിയുടെ ലൈൻ ഓഫ് ആക്ഷൻ ഇതാണ്. ഓക്കെ, എഫ് എയുടെ ലൈൻ ഓഫ് ആക്ഷൻ എടുത്തപ്പം ഇത് കിട്ടി. മറ്റടുത്ത് ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ലൈൻ ഓഫ് ആക്ഷൻസ് ഓഫ് ദീസ് 2 ഫോഴ്സസ് ഷുഡ് ബി സെയിം എന്നാണ്. ഇവിടെ രണ്ടും സെയിം അല്ല, രണ്ടും കൂടി ഒരു പർട്ടിക്കുലർ പോയിന്റ് വന്ന് മീറ്റ് ചെയ്തു. ദിസ് ഈസ് ദ പോയിന്റ്, ഇവിടെ വന്ന് മീറ്റ് ചെയ്തു. ഇനി മൂന്നാമത്തെ ഫോഴ്സ് എടുത്തിട്ട് അതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ ഞാൻ എടുക്കുകയാണ്. എസ് സി എന്ന് പറയുന്ന പോയിന്റ് ഞാൻ ജസ്റ്റ് ഇപ്പുറത്തോട്ട് മാറ്റി വരയ്ക്കുകയാണ്. ദിസ് ഈസ് ദ പോയിന്റ് സി. ഇവിടെയാണ് ഫോഴ്സ് എന്ത് ചെയ്യുന്നത്, എഫ് സി ആക്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ മൂന്നാമത്തെ ഫോഴ്സിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ വരയ്ക്കുകയാണ്. ആ മൂന്നാമത്തെ ഫോഴ്സിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ കൂടെ ഇതിൽ കൂടെ കടന്നുപോയില്ലേ. അതായത് 3 ഫോഴ്സസിൻ്റെ കൂടെ ലൈൻ ഓഫ് ആക്ഷൻസ് എന്ന് പറയുന്നത് ഇന്റർസെക്ട് അറ്റ് എ പോയിന്റ്, ദിസ് പോയിന്റ്, ആൻഡ് ദിസ് പോയിന്റ് ഈസ് നോൺ ആസ്, അല്ലെങ്കിൽ ഈ 3 ഫോഴ്സസിന് നമുക്ക് എന്ത് പറയാൻ പറ്റുമെന്ന് അറിയോ, ദീസ് 3 ഫോഴ്സസ് ആർ നോൺ ആസ് എന്ന് പറയും, കൺകറന്റ് ഫോഴ്സ് എന്ന് പറയും. അപ്പോൾ ദീസ് 3 ഫോഴ്സസ് ആർ കൺകറന്റ്. അതിന് കാര്യം എന്താ, ലൈൻ ഓഫ് അല്ലെങ്കിൽ ലൈൻസ് ഓഫ് ആക്ഷൻ ഓഫ് ഓൾ ഫോഴ്സസ് ആക്ട് ഓർ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും, ആക്ട് എന്നല്ല, ഇന്റർസെക്ട് എന്ന് പറയാം അല്ലേ. ലൈൻസ് ഓഫ് ആക്ഷൻ ഓഫ് ഓൾ ഫോഴ്സസ് ഇന്റർസെക്ട് അറ്റ് എ പോയിന്റ്. അപ്പം എല്ലാത്തിൻ്റെയും കൂടെ ഒരു പോയിന്റിൽ വന്ന് എന്ത് ചെയ്യുന്നു, ഇന്റർസെക്ട് ചെയ്യുന്നു. അതുകൊണ്ട് ഇനി നമ്മൾ കൺകറന്റ് ഫോഴ്സസ് എന്ന് വിളിക്കും. ഈ പോയിന്റിനെ നമ്മൾ എന്തെന്നും പറയും, പോയിന്റ് ഓഫ് കൺകറൻസി എന്നും പറയും. ഓക്കെ, അപ്പോൾ കൺകറന്റ് ഫോഴ്സസ് ആയിരിക്കണം. അപ്പോൾ ഇവിടെ പറഞ്ഞ നമ്മൾ 2 ഫോഴ്സ് മെമ്പർ ആണെങ്കിൽ സെയിം ലൈൻ ഓഫ് ആക്ഷൻ ആയിരിക്കണം. 3 ഫോഴ്സ് മെമ്പർ ആണെങ്കിൽ ദീസ് 3 ഫോഴ്സസ് ഷുഡ് ബി കൺകറന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് റിസൾട്ടന്റ് 0 ആവുന്ന കൺസെപ്റ്റാണ്. ഇവിടെ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ റിസൾട്ടന്റ് പറഞ്ഞു. അപ്പോൾ ഇവിടെ 3 ഫോഴ്സ് ഉണ്ട്, എഫ് ബി എന്ന് പറയുന്ന ഫോഴ്സും എഫ് എ എന്ന് പറയുന്ന ഫോഴ്സും എഫ് സി എന്ന് പറയുന്ന ഫോഴ്സും. ഇത് വളരെ ഡീപ്പായിട്ട് നിങ്ങൾ പഠിക്കേണ്ടാത്തത് കൊണ്ടും ഇതിൻ്റെ കൺസെപ്റ്റ് മാത്രം അറിഞ്ഞിരുന്നാൽ മതി എന്നുള്ളത് കൊണ്ടും ഞാൻ ജസ്റ്റ് ഇത്ര മാത്രം പറയുന്നു. ഇതിൻ്റെ റിസൾട്ടന്റ് 0 ആണെങ്കിലുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് വെക്റ്റർ ഡയഗ്രാം ഓഫ് ദീസ് 3 ഫോഴ്സസ്
must be a closed one. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സപ്പോസ് ഇപ്പോൾ എഫ് ഐ ഈസ് ഈക്വൽ ടു 8 ന്യൂട്ടൺ, എഫ് ബി ഈസ് ഈക്വൽ ടു 5 ന്യൂട്ടൺ, എഫ് സി ഈസ് ഈക്വൽ ടു 3 ന്യൂട്ടൺ എന്നാണെന്ന് വെച്ചോ. അതാണെങ്കിൽ ഞാൻ സപ്പോസ് ഈ എഫ് എനെ ഞാനിവിടെ മാഗ്നിറ്റ്യൂഡ് ഡയറക്ഷനിലെടുത്ത് വരയ്ക്കുകയാണ്. അതായത് 1 സെൻറ്റിമീറ്റർ ഈക്വൽ ടു ഞാൻ പറയുന്നു ഇപ്പോൾ 2 ന്യൂട്ടനായിട്ട് എടുത്തിട്ട് ഞാൻ വരയ്ക്കുകയാണ്. ഇപ്പോൾ 8 ന്യൂട്ടൺ വരയ്ക്കാൻ വേണ്ടി ഞാൻ 8 ന്യൂട്ടൺ റെപ്രസെൻ്റ് എത്ര സെൻറ്റിമീറ്റർ എടുക്കണം? 4 സെൻറ്റിമീറ്റർ എടുക്കണം. ഇതിന് പാരലായിട്ട് എഫ് എക്ക് പാരലായിട്ട് ഞാൻ ഇവിടെ ഒരു ലൈൻ വരച്ചുകൊണ്ട് ഈ ഒരു ഡയറക്ഷൻ എഫ് എ എന്ന് പറയുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു 8 ന്യൂട്ടൺ. അത് എത്ര സെൻറ്റിമീറ്റർ വരച്ചാൽ മതി? ഈ ഒരു സ്കെയിലാണെങ്കിൽ 1 സെൻറ്റിമീറ്റർ ഈക്വൽ ടു 2 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലെന്ത് എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇനി ഇതിൻ്റെ ഒരു എൻഡിൽ വെച്ച് ഞാൻ എന്ത് വരയ്ക്കുന്നു? എഫ് ബി വരയ്ക്കുന്നു. അത് എവിടെ വേണം വരയ്ക്കും, എഫ് ബി ഈ എൻഡിലോ ഈ എൻഡിലോ, അത് നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ എഫ് ബി ഞാൻ ഈ ഒരു എൻഡിൽ വെച്ച് വരയ്ക്കുകയാണെങ്കിൽ എനിക്കിപ്പോൾ എഫ് ബി എന്ന് പറയുന്നത് എഫ് ബി ഞാൻ ഇവിടെ വെച്ചാൽ ഇവിടെ മുകളിലേക്ക് കുഴപ്പമില്ല. എഫ് ബി എന്ന് പറയുന്നത് ഞാൻ ഇവിടെ വരച്ചു. ഓക്കെ, ഇതിൽ എഫ് ബി എന്ന് പറയുന്നത് ഞാൻ ഇവിടെ വരച്ചു. അപ്പോൾ ഇത് എഫ് ബി എന്ന് പറയുന്നത് വരച്ചത് എങ്ങനെയാണ്? ഈ പോയിന്റ് വെച്ചിട്ട് ഈ എഫ് ബിക്ക് പാരലാണ്. ഇപ്പോൾ 5 ന്യൂട്ടൺ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ വരയ്ക്കുമ്പോഴത്തേക്ക് 2.5 സെൻറ്റിമീറ്റർ എടുത്ത് വരച്ചാൽ മതി. അപ്പം എഫ് ബി എന്ന് പറയുന്നത് ഇവിടെ വരച്ചു. ഇനി അടുത്തത് അകത്തോട്ട് കയറും, കുഴപ്പമില്ല. എഫ് ബി എന്ന് പറഞ്ഞാൽ ഇവിടെ വരച്ചു. ഇനി ഈ ഒരു എൻഡി വെച്ച് ഞാൻ എന്ത് വരയ്ക്കുകയാണ്? ഈ എഫ് സിക്ക് പാരൽ വരയ്ക്കുക. എഫ് സി എത്രയാണ്? 3 ന്യൂട്ടൺ. എഫ് 3 ന്യൂട്ടൺ ആകുമ്പോൾ എഫ് സി ഈ ഒരു എൻഡി വെച്ച് പാരൽ വരച്ചാൽ ഈ ഒരു ഡയറക്ഷനാണ്. ഇപ്പോൾ ഇതാ ഇങ്ങനെ വരും. എഫ് സി ഈസ് ഈക്വൽ ടു 3 ന്യൂട്ടൺ. ഇതൊരു ക്ലോസ്ഡ് ഫിഗർ ആയല്ലോ. സപ്പോസ് ഞാൻ ഇവിടെ വെച്ച് വരയ്ക്കുമ്പം ഇവിടെ മുട്ടിയില്ലാന്ന് നോക്കുക. അതായത് ഇവിടെ വരെ വന്ന് നിന്നു എന്ന് പറഞ്ഞാൽ റിസൾട്ടൻറ്റ് 0 എന്നല്ലെന്ന്. ഈ 3 കൂടെ റിസൾട്ടൻറ്റ് എന്തല്ലെന്നാണ്? 0 എന്നല്ല. പക്ഷെ അതേസമയം ഇത് ഇങ്ങ് വരെ മുട്ടി, ഇതിൻ്റെ എൻഡ് വരെ മുട്ടി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ക്ലോസ്ഡ് ഫിഗർ കിട്ടി നമുക്ക്, അല്ലേ? ഇങ്ങനെ ഒരു ക്ലോസ്ഡ് ഫിഗർ കിട്ടിയാൽ മീനിങ് എന്ന് പറഞ്ഞാൽ റിസൾട്ടൻ്റ് ഓഫ് ഫോഴ്സസ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളതാണ്? 0 ആണെന്നുള്ളതാണ്. ഇത് എങ്ങനെ വരയ്ക്കുമെന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. നിങ്ങൾ പഠിക്കുന്ന S5 ആയിരിക്കും ഈ കാര്യം, ഇതിൻ്റെ ആപ്ലിക്കേഷൻ. അപ്പോൾ അതവിടെ നോക്കട്ടെ. അതായത് 5th സെമസ്റ്ററിലേക്ക് നിങ്ങൾ നോക്കുന്നുള്ളൂ. ജസ്റ്റ് ഇതിൻ്റെ കൺസെപ്റ്റ് അറിയാൻ വേണ്ടി, നമ്മളൊരു സബ്ജക്റ്റ് പഠിക്കുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഒരു 3 ഫോഴ്സ് മെമ്പർ എടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ എക്വിലിബ്രിയം ഓഫ് ഫോഴ്സസ് എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് ആ ഫോഴ്സസ് എല്ലാം കൂടി ഇൻ്റർസെക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് കാണും. ആ പോയിന്റിനെ പോയിന്റ് ഓഫ് കൺകറൻസി എന്ന് പറയും. അപ്പം 3 ഫോഴ്സ് മെമ്പറിൻ്റെ എക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ദീസ് 3 ഫോഴ്സസ് മസ്റ്റ് ഇൻ്റർസെക്ട് അറ്റ് എ പോയിന്റ്. ഇറ്റ് ഈസ് നോൺ ആസ് ദ കൺകറൻറ്റ് ഫോഴ്സസ്. അതിനെ നമ്മൾ പോയിന്റ് ഓഫ് കൺകറൻസി എന്ന് വിളിക്കും. ആ പോയിന്റിനെ, അതായത് 3 പോയിന്റ്സ്. ഇതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ചാൽ ഇത് ആക്ട് ചെയ്യുന്നത് F1, F2, F3 അല്ലെങ്കിൽ FA, FB, FC എന്ന് പറയുന്നത് ആക്ട് ചെയ്യുന്നത് 3 ഡിഫറെൻറ്റ് പോയിന്റ്സ് ആണ് ഒരു ബോഡിയിൽ. പക്ഷേ ആ 3 ഡിഫറെൻറ്റ് പോയിന്റ്സിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻസ് വരച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഇൻ്റർസെക്ട് അറ്റ് എ പോയിന്റ്. ഒരു പോയിന്റിൽ ഇൻ്റർസെക്ട് ചെയ്യുന്നു. പക്ഷേ ആ പോയിന്റ് ഇൻ്റർസെക്ട് ചെയ്യുമ്പോഴത്തേക്ക് ആ പോയിന്റ് നമ്മളെന്ന് വിളിക്കും കൺകറന്റ് ഫോഴ്സ്. അല്ലെങ്കിൽ ഒരു പോയിന്റിൽ നിന്ന് 3 ഫോഴ്സസ് ആക്ട് ചെയ്താലും അത് നമുക്ക് അപ്പോഴേ നോക്കിയിട്ട് തന്നെ പറയാൻ പറ്റും അതെന്താണ് കൺകറന്റ് ഫോഴ്സസ് ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ 3 പോയിന്റ്സിൽ ആക്ട് ചെയ്തതിനെ നമ്മളൊരു പോയിന്റ് ഇൻ്റർസെക്ട് ചെയ്യുന്നു അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 3 എന്താണ് ലൈൻസ് ഓഫ് ആക്ഷൻസ് വരച്ച് നോക്കിയത്. അത് 3 കൂടി ഒരു പോയിന്റിൽ ഇൻ്റർസെക്ട് ചെയ്തു. ആ ഇൻ്റർസെക്ട് ചെയ്ത പോയിന്റിനെ നമ്മൾ പോയിന്റ് ഓഫ് കൺകറൻസി എന്ന് വിളിക്കും, അല്ലെങ്കിൽ കൺകറന്റ് ഫോഴ്സ് എന്ന് വിളിക്കും. ഇനി ഈ പോയിന്റ് ഓഫ് കൺകറൻസി ആയിക്കഴിഞ്ഞാൽ റിസൾട്ടൻറ്റ് നെറ്റ് റിസൾട്ടൻറ്റ് 0 എന്ന് പറയാൻ ഏറ്റവും എളുപ്പമായിട്ടുള്ളൊരു മാർഗ്ഗം എന്ന് പറയുന്നത് ഈ ഒരു വെക്റ്റർ ഡയഗ്രം എന്ന് പറയുന്നത് എന്താണെന്ന് ക്ലോസ്ഡ് ആണെന്ന് പറയുന്നതാണ്. വെക്റ്റർ ഡയഗ്രം ക്ലോസ്ഡ് ആണെന്ന് പറഞ്ഞാൽ റിസൾട്ടൻറ്റ് ഈസ് ഈക്വൽ ടു 0 ആണ്. വെക്റ്റർ ഡയഗ്രം ക്ലോസ്ഡ് അല്ലെങ്കിൽ ദെയർ വിൽ ബി റിസൾട്ടൻറ്റ് ഫോഴ്സ്. അവിടെ ഒരു റിസൾട്ടൻറ്റ് ഫോഴ്സ് ഉണ്ടാവും. റിസൾട്ടൻറ്റ് ഫോഴ്സ് 0 അല്ല. അപ്പോൾ 0 ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റൂ? ഈ ഫോഴ്സസ് എന്ന് പറയുന്നത് ദീസ് ഫോഴ്സസ് ആർ സെഡ് ടു ബി ബാലൻസ്ഡ്. നമുക്ക് ഈ ഫോഴ്സസ് എന്ന് പറയുന്നത് എന്താണെന്ന് പറയാൻ പറ്റും? ബാലൻസ്ഡ് ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ബാലൻസ്ഡ് ആണെന്ന് പറയണമെങ്കിൽ ഈ റിസൾട്ടൻറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു 2 ഫോഴ്സ് മെമ്പറും ഒരു 3 ഫോഴ്സ് മെമ്പറും എന്താണ് ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയുന്ന കണ്ടീഷൻ. ഇനി നമുക്ക് ഡയറക്റ്റ് അടുത്ത ക്ലാസ്സിൽ അടുത്ത ഇതിൽ നമ്മൾ പറയുന്നത് റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സസ് ആണ്. ആ റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സ് പറഞ്ഞതിന് ശേഷം ആ റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സസിനെ ആയിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യും. ഇനി നമുക്കൊരു 3 ഫോഴ്സ് മെമ്പർ കൺസ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ലാമീസ് തിയറം വെച്ചിട്ട് ആ 3 ഫോഴ്സ് മെമ്പറിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണെന്നും കൂടി ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റും. അടുത്ത നമ്മൾ ലാമീസ് തിയറം നോക്കുകയാണ്. ലാമീസ് തിയറം എന്ന് പറഞ്ഞാൽ നമ്മൾ 3 ഫോഴ്സ് സിസ്റ്റത്തിൻ്റെ ഇക്വിലിബ്രിയം കണ്ടീഷൻ പറഞ്ഞു. അതായത് ഒരു 3 ഫോഴ്സ് സിസ്റ്റം ഉണ്ടെങ്കിൽ അത് കൺകറൻറ്റ് കോപ്ലാനർ 3 ഫോഴ്സ് സിസ്റ്റമാണ്. 3 ഫോഴ്സ് സിസ്റ്റത്തിൻ്റെ എന്താണ് വെക്റ്റർ ഡയഗ്രം വരയ്ക്കുമ്പോഴത്തേക്ക് അത് ഈക്വൽ ടു 0 വരും. വെക്റ്റർ ഡയഗ്രത്തിൻ്റെ റിസൾട്ടൻറ്റ് 0 ആവണമെങ്കിൽ കണ്ടീഷൻ എന്താണ്? ആ വെക്റ്റർ ഡയഗ്രം എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് ഫിഗർ ആയിരിക്കണം എന്നുള്ള സാധനം പറഞ്ഞു. അപ്പോൾ നമ്മളൊരു കൺകറൻറ്റ് ഫോഴ്സ് സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യണം. അതായത് ഇപ്പോൾ F1 എന്ന് പറയുന്ന ഫോഴ്സാണ്, ഇതെന്ന് പറയുന്നത് F1 എന്ന് പറയുന്ന ഫോഴ്സാണ്. ദിസ് ഈസ് F1, ഇത് F1 എന്ന് പറയുന്ന ഫോഴ്സാണ്. ഓക്കെ, എന്ന് പറയുന്നത് ദിസ് വൺ ഈസ് ആക്ച്വലി F2 എന്ന് പറയുന്നൊരു ഫോഴ്സ്, F3 എന്ന് പറയുന്ന ഫോഴ്സ്. അപ്പോൾ ഈ 3 ഫോഴ്സസും
കൺകറൻ്റ് ആണ്. അതായത് എല്ലാം കൂടെ ഒരു പോയിന്റ് മീറ്റ് ചെയ്തപ്പോൾ നമ്മൾ കൺകറൻറ്റ് ഫോഴ്സ് നമ്മൾ പറഞ്ഞു. ഇനി ഈ 3 ഫോഴ്സസിനും നമുക്ക് എന്താണ് ഇടയിൽ ഉള്ള ആംഗിൾസ് ഇപ്പോൾ ഇതെന്ന് പറയുന്നത് ആൽഫ ആയിട്ട് എടുത്തു, ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് ബീറ്റ ആയിട്ട് എടുത്തു, ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് ഗാമ ആയിട്ട് എടുത്തു. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞത് ഓൾറെഡി പറഞ്ഞതായിരുന്നു, ഒരു 3-4 സിസ്റ്റം എന്ന് പറയുന്നത് ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ അതിൻ്റെ 3 ഫോഴ്സിനും കൂടെ എന്താണ് ഒരു പോയിന്റിൽ വന്ന് ഇൻ്റർസെക്ട് ചെയ്യണം, അതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻസ് ഇൻ്റർസെക്ട് ചെയ്യണം. അപ്പോൾ ആ ഇൻ്റർസെക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കൺസെപ്റ്റാണ് നമ്മൾ ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്തെന്ന് വെച്ചാൽ ഒരു ക്ലോസ്ഡ് ഫിഗർ ഒക്കെ നമ്മൾ പറഞ്ഞല്ലോ. അതായത് നമ്മൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ്സ് എടുത്ത് വരച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ F3 എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങോട്ടേക്ക് മാറ്റി വരച്ചു. F3 എന്ന് പറയുന്ന ഫോഴ്സ് ഇപ്പോൾ വെർട്ടിക്കലി ഡൗൺവേർഡ് ആക്ട് ചെയ്യുന്നു F3. അപ്പോൾ അങ്ങനെയാണെങ്കിൽ F1 എന്ന് പറയുന്നത് ഈ ഒരു ലൈൻ റെപ്രസെൻറ്റ് ചെയ്തു F1 എന്ന് പറയുന്നത്. പിന്നെ F2 എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു പാരലായിട്ട് വരച്ചു, F2 ഇങ്ങനെ പാരലായിട്ട് വരച്ചു. അങ്ങനെയാണെങ്കിൽ ഇത് 3 കൂടി എന്താണ്, F2 എന്ന് പറയുന്നത് ഇതാണ്, ഇനി പാരലൽ അല്ലേ. F3 എന്ന് പറയുന്നത് F1 എന്ന് പറയുന്നത് ഇതാണ്. അതായത് ഒരെണ്ണം ഫിക്സ് ചെയ്തു, F1 ഫിക്സ് ചെയ്തിട്ട് F3 ഫിക്സ് ചെയ്തിട്ട് F1 ഒരു സൈഡിൽ എടുത്ത് വരച്ചു, പിന്നെ F3യുടെ അടുത്ത എൻഡിൽ F2 എടുത്ത് വരച്ചു. അപ്പോൾ അത് 3 കൂടെ ക്ലോസ്ഡ് ഫിഗർ ആയിട്ട് തന്നെ കിട്ടണം. 4 റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് പറയാൻ പറ്റും, 0 എന്ന് പറയാൻ പറ്റും. ഇവിടെ F1 എന്ന് പറയുന്നത് ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ ഇതിൽ എളുപ്പത്തിൽ നമുക്ക് ഈ റിസൾട്ടൻ്റ് 0 എന്ന് പറയുന്നത്, ഇത് വെക്റ്റർ ഡയഗ്രം വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് റിസൾട്ടൻ്റ് 0 എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ഈ റിസൾട്ടൻ്റ് 0 ആവുന്ന കണ്ടീഷനിൽ ലാമീസ് തിയറം പറയുന്നത് ഈച്ച് ഫോഴ്സസ്, അതായത് നമ്മൾ ഈ ഒരു കൺകറൻറ്റ്, അപ്പോൾ ഇതിലൊരു കാര്യമുണ്ട്, നമ്മൾ ഈ പറഞ്ഞ സാധനത്തിൽ ഈ ഫോഴ്സ് സിസ്റ്റം എന്ന് പറയുന്നത് എന്ത് ഫോഴ്സാണ്, കൺകറൻറ്റ് ഫോഴ്സാണ്. അതായത് 3 ഫോഴ്സും കൂടി ഒരു പോയിന്റ് ഒന്ന് മീറ്റ് ചെയ്തു. അപ്പോൾ കൺകറൻറ്റ് ഫോഴ്സസ് ആണ്. അത് മാത്രമല്ല ഈ ഫോഴ്സ് എല്ലാം ഒരു സിംഗിൾ പ്ലെയിനിലാണ്, നിങ്ങൾ ഈ കാണുന്ന പ്ലെയിനിലാണ് നമ്മൾ ഈ ഫോഴ്സ് എല്ലാം ആക്ട് ചെയ്യുന്നത്. അപ്പോൾ കൺകറൻറ്റ് ഫോഴ്സാണ്. അതേസമയം ഇതെന്താണ്, കോപ്ലാനർ ഫോഴ്സാണ്. അതായത് സിംഗിൾ പ്ലെയിനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കൺകറൻറ്റ് കോപ്ലാനർ ഫോഴ്സ് സിസ്റ്റം നമുക്കുണ്ട്. അപ്പോൾ കൺകറൻറ്റ് കോപ്ലാനർ ഫോഴ്സ് സിസ്റ്റം ഉണ്ട്. അത് റിസൾട്ടൻ്റ് 0 എന്ന് പറയുന്നതിന് നമ്മൾ ഒരു കാര്യം പറഞ്ഞു, വെക്റ്റർ ഡയഗ്രം വരച്ച് നോക്കിയാൽ നമ്മൾ അത് ക്ലോസ്ഡ് ആയിട്ട് കിട്ടിയാൽ എൻ്റെ റിസൾട്ടൻ്റ് 0 എന്ന് പറയാം. അല്ലെങ്കിൽ നമ്മൾ അനലിറ്റിക്കൽ രീതിയിൽ നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോഴത്തേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലാമീസ് തിയറത്തിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഇപ്പോൾ ഈ ലാമീസ് തിയറം പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഓരോ ഫോഴ്സും എന്ന് പറയുന്നത്, ദാറ്റ് മീൻസ് F1 എന്ന് പറയുന്നത് വിൽ ബി പ്രൊപ്പോർഷണൽ ടു ദി സൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ അതർ 2 ഫോഴ്സസ്. അതായത് F1 എന്ന് പറയുന്ന ഫോഴ്സ് ഇതാണ് അല്ലേ, ഇതിൻ്റെ ഡയറക്ഷൻ ഇതാണ്. അപ്പം ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഷുഡ് ബി ഇൻ സച്ച് എ വേ ദാറ്റ് ഇഫ് the concurrent coplanar force system are in equilibrium, then the magnitude and direction of each forces will be in such a way that it should be proportional to the sine of the angle between the other 2 forces. അതായത് other 2 forces എന്ന് പറഞ്ഞാൽ F1 ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾ നോക്കിയാൽ മതി. F1 നേരെ ഓപ്പോസിറ്റ് എടുക്കുന്ന ആംഗിൾ ഏതാ, ആൽഫയാണ്. അപ്പോൾ സൈൻ ഓഫ് ആൽഫ എടുത്താൽ മതി. കാര്യം ആൽഫ എന്ന് പറയുന്നത് F2നും F3ക്കും ഇടയിലുള്ള ആംഗിളാണ്. അപ്പോൾ നമ്മൾ ഈ എഴുതിയ സാധനം എന്താണ്, മാഗ്നിറ്റ്യൂഡ് ആൻഡ് direction of എന്താണ്, ഫോഴ്സ്. അതായത് ഈ ഫോഴ്സിൻ്റെ എന്താണ് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും. അപ്പോൾ ഫോഴ്സിൻ്റെ കാര്യം കൂടെ പറയാം. മാഗ്നിറ്റ്യൂഡ് ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ഷുഡ് ബി എന്താണ്, പ്രൊപ്പോർഷണൽ ടു എന്താണ്, സൈൻ ഓഫ് ദി ആംഗിൾ ബിറ്റ്വീൻ അതർ 2 ഫോഴ്സസ്. അത് ബാക്കി 2 ഫോഴ്സസിൻ്റെ ഇടയ്ക്കുള്ള സൈൻ ഓഫ് ദി ആംഗിളിൻ്റെ പ്രൊപ്പോർഷനാണ്. അപ്പോൾ ഈ ഒരു സാധനം ആലോചിച്ചിരിക്കണം. ഓക്കെ, ദ മാഗ്നിറ്റ്യൂഡ് ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ഷുഡ് ബി ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു the sine of the angle between the other 2 forces. മറ്റ് 2 ഫോഴ്സിൻ്റെ സൈൻ ഓഫ് ദി ആംഗിളിന് പ്രൊപ്പോർഷനാണ്. അപ്പോൾ ഈ ഒരു ഡെഫിനിഷൻ പറയുമ്പോഴത്തേക്ക് ഈ ഒരു എന്താണ് കണ്ടീഷൻ നമ്മൾ ആലോചിച്ചിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ വേണ്ടതെന്ന് പറഞ്ഞാൽ F1 പറഞ്ഞ പോലെ നമുക്ക് F2 പറഞ്ഞൂടെ. F2 ഈസ് ഈക്വൽ ടു ഇതേ കണ്ടീഷൻ അപ്ലൈ ചെയ്താൽ F2ൻ്റെ F2 ഈസ് പ്രൊപ്പോർഷണൽ ടു നമുക്ക് എന്ത് പറയാൻ പറ്റും, സൈൻ ഓഫ് ദി ആംഗിൾ ഏതാണ്, F2ന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ബീറ്റ, സൈൻ ബീറ്റ. സിംപ്ലി ഓപ്പോസിറ്റ് എടുത്താൽ മതി. അതെന്ന് പറയുന്നത് ബാക്കി 2 ഫോഴ്സിന് ഇടയ്ക്കുള്ള ആംഗിൾ ആയിരിക്കും. അത് F1നും F3ക്ക് ഇടയ്ക്കുള്ളതാണ് ബീറ്റ. നമ്മൾ F2 എടുക്കുമ്പോൾ, ഇനി F3 എടുക്കുമ്പോഴോ F3ക്ക് നേരെ ഓപ്പോസിറ്റുള്ള ആംഗിൾ ഗാമ, അപ്പോൾ സൈൻ ഗാമ. ഓക്കെ, അപ്പോൾ ഇത് 3 കൂടെ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ അല്ലേ. കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും, F1 ഈസ് ഈക്വൽ ടു K ഇൻറ്റു സൈൻ ആൽഫ, F2 ഈസ് ഈക്വൽ ടു K ഇൻറ്റു സൈൻ ബീറ്റ.
F3 is equal to K into sin gamma. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? F1 is equal to K by sin alpha. Sorry. K by F1 by sin alpha is equal to K. Okay. From this equation we can write sin alpha നെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുവന്നാൽ F1 by sin alpha is equal to K. ഇവിടെ നിന്ന് sin beta നെ ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ എന്താണ്? F2 by sin beta is equal to K. ഇവിടെ എന്താണ്? F3 by sin gamma is equal to K എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് എല്ലാം കൂടെ ചേർത്ത് നമുക്ക് എന്ത് പറയാം? F1 by sin alpha equals F2 by sin beta equals F3 by sin gamma which is equal to a constant. ആ കോൺസ്റ്റന്റ് നമുക്ക് വേണമെന്നില്ല, നമുക്ക് ഈ റിലേഷൻസ് മാത്രം മതി നമുക്ക് മിസ്സിംഗ് പ്രോപ്പർട്ടി കണ്ടുപിടിക്കാം. F1 by sin alpha എന്ന് പറയുന്നത് will be equal to F2 by sin beta which is equal to F3 by sin gamma. അപ്പോൾ ഇതാണ് നമ്മുടെ ലാമീസ് തിയറത്തിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്ര മാത്രം സിംപിളി ആലോചിക്കുക. നമ്മൾ ലാമീസ് തിയറം എപ്പോഴെങ്കിലും അപ്ലൈ ചെയ്യുന്നെങ്കിൽ ഇത് അപ്ലൈ ചെയ്യേണ്ട നിർബന്ധമൊന്നുമില്ല, പക്ഷേ പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ ഒരു ഫോഴ്സ് സിസ്റ്റം വരെയാണ്. 3 ഫോഴ്സസേ ഉള്ളൂ. ഒരു കൺകറന്റ് ഫോഴ്സ് സിസ്റ്റമാണ് നമുക്ക് വരുന്നത്. അപ്പോൾ കൺകറന്റ് ഫോഴ്സ് സിസ്റ്റം എല്ലാം കൂടെ ഒരു പോയിന്റിൽ വന്ന് മീറ്റ് ചെയ്യുന്നു. അപ്പോൾ F1, F2, F3 എന്ന് പറഞ്ഞ 3 ഫോഴ്സസ് ഉണ്ട്. അതിൽ കുറേ വാല്യൂസ് മിസ്സിംഗ് ആണ്. അത് F1 മാത്രമേ അറിയാവൂ, അല്ലെങ്കിൽ F1 വാല്യൂ അറിയാം, F2, F3 മിസ്സിംഗ് ആണ്. ആൽഫ ബീറ്റ ഗാമ നമുക്ക് തന്നിട്ടുണ്ട്. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് ചെയ്യാം. അതായത് നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ ആലോചിച്ചാൽ മതി, ഈ ഒരു ഫിഗർ വെച്ചിട്ട് എഴുതുകയാണെങ്കിൽ F1 ഡിവൈഡഡ് ബൈ നമ്മൾ എന്തെന്ന് എഴുതും? അതിന് നേരെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ സൈൻ ആൽഫ വിച്ച് ഇസ് ഈക്വൽ ടു F2 ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് എന്താണ്? അതിന് നേരെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ എന്താണ്? സൈൻ ബീറ്റ. F3 ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ഗാമ. അതെന്തോ ആവാം. അപ്പോൾ ഈ ഒരു റിലേഷൻ മാത്രം എന്ത് ചെയ്താൽ മതി? നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ അത് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് എഴുതുമ്പോഴത്തേക്ക് ഇങ്ങനെ പറയണം, ഒരു കൺകറൻറ്റ് കോപ്ലാനർ ഫോഴ്സ് സിസ്റ്റം എന്താണ്? 3-4 സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാവണമെങ്കിൽ, ആ ഇക്വിലിബ്രിയത്തിലാവണമെങ്കിൽ ലാമീസ് തിയറം പറയുന്നത്, അക്കോർഡിംഗ് ടു ലാമീസ് തിയറം ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് എന്താണ് ഡയറക്ഷൻ ഓഫ് ഈച്ച് ഫോഴ്സ് ഷുഡ് ബി പ്രപ്പോർഷണൽ ടു ദ സൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ അതർ 2 ഫോഴ്സസ്. അതായത് നമുക്ക് സൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ, അല്ലെങ്കിൽ ഈ ഒരു F എന്ന് പറയുന്ന ഫോഴ്സിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈൻ ഓഫ് ദി ആംഗിൾ ഒന്നും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് വയ്ക്കും? പറഞ്ഞ് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ F2ഉം F3യും ഇടയിലുള്ള ആംഗിളാണ് നമുക്ക് എന്തെന്ന് പറഞ്ഞാൽ F2ക്കും F3ക്കും ഇടയിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് നമുക്ക് എന്തെന്ന് പറയാം? ആൽഫ എന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു സംഭവം ഓർത്തിരിക്കുക. അപ്പോൾ ഈ ഒരു ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വെക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ആംഗിൾസ് പറയാം. ഇപ്പോൾ ഒരു ട്രയാങ്കിൾ ഈ രീതിയിൽ പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ആൽഫ കിട്ടും. F1 ഓപ്പോസിറ്റ് ആയിട്ട് ഇവിടെ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും ആൽഫ, F2 ഓപ്പോസിറ്റ് ബീറ്റ, F3ക്ക് ഓപ്പോസിറ്റ് ഗാമ. അങ്ങനെയായിരിക്കും 3 ആംഗിൾസ് വരുന്നത്. അപ്പോൾ ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഇത് പറഞ്ഞാൽ F1 നേരെ ഓപ്പോസിറ്റ് നോക്കിയാൽ ആംഗിൾ നോക്കിയാൽ മതി. F1 ബൈ സൈൻ ആൽഫ. ഇപ്പോൾ ഒരു ട്രയാങ്കിൾ ഉണ്ട് F3 ബൈ സൈൻ ഗാമ. ഓക്കെ, F2 ഡിവൈഡ് ബൈ ഓപ്പോസിറ്റ് ആംഗിൾ സൈൻ ബീറ്റ. ഇതെല്ലാം ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ ട്രയാങ്കിൾ വെച്ച് വേണമെങ്കിൽ, ഫോഴ്സ് സിസ്റ്റത്തിൻ്റെ ഒരു ട്രയാങ്കിൾ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് എന്താണ് ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ. അപ്പം ഇത് നിങ്ങൾ എന്തിരിക്കണം? ഓർത്തിരിക്കണം. അപ്പം നമുക്ക് ബാക്കി കാര്യങ്ങൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സ് സിസ്റ്റത്തിലേക്ക് പോകും. ആ റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സ് സിസ്റ്റത്തിൻ്റെയും കാര്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതുവരെയാണ് നമ്മൾ ഇത്തിരി സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകണം അടുത്ത വീഡിയോ മുതൽ. കാര്യം നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ പ്രോബ്ലം ചോദിക്കുന്ന രീതിയിലുള്ള പ്രോബ്ലംസ് ചെയ്യാനായിട്ട് പോവാണ്. ഡയറക്റ്റായിട്ട് അടുത്ത സ്റ്റെപ്പ് പോലെ നമ്മൾ യൂണിവേഴ്സിറ്റി പ്രോബ്ലംസ് ചെയ്യാനായിട്ട് പോവാണ്. ചിലർ ഓൾറെഡി ആ ഒരു വീഡിയോ കണ്ടിട്ടായിരിക്കും നമ്മൾ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഓരോ കാര്യങ്ങളായിട്ട് തുടർന്നും പഠിച്ചു പോകണം. അപ്പോൾ ഇതുവരെ നമ്മൾ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ഫസ്റ്റ് മോഡ്യൂളിൽ നിന്നുള്ള ഒരു 20 മാർക്കിൻ്റെ എസ്സേ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തക്ക രീതിയിൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി വേണം എന്നുള്ള ചർച്ച മാത്രമാണ് ഇതുവരെയുള്ള വീഡിയോസ് നടന്നത്. ഇനിയാണ് നമ്മൾ എന്താണ് ഒരു എസ്സേ ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക, അതെങ്ങനെയാണ് നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നത് അറ്റൻഡ് ചെയ്യുന്നു എന്നുള്ള രീതിയിലുള്ള വീഡിയോസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലെക്ചേഴ്സ് എന്ന് പറയുന്നത് അടുത്ത വീഡിയോ ലെക്ചേഴ്സ് മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെയുള്ള ബേസിക് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. ഇത് കാണാതെ പഠിക്കാൻ നിൽക്കരുത്. ലാമീസ് തിയറം നമുക്ക് ചോദിക്കാറുണ്ട്. ലാമീസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഓർത്തിരിക്കണം.
അപ്പോൾ നോട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ ഓർത്തിരിക്കണം. പിന്നെ ലാമിയസ് തിയറം അപ്ലൈ ചെയ്യുന്ന രീതി, നമ്മൾ പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ ഈ സാധനങ്ങൾ ഡെറിവേഷനും കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ഈ 3 സാധനങ്ങൾ ഇങ്ങനെ എടുത്ത് വെക്കുക. ഇപ്പോൾ ട്രയാങ്കിൾ ആണെങ്കിൽ അതിനെ ഇങ്ങനെ എഴുതാൻ വേണ്ടി അറിഞ്ഞിരുന്നാൽ മാത്രം മതി. അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ താങ്ക് യു.